സിനിമയുടെ റിവ്യൂ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മലയാളി ഫ്രോം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു റിവ്യൂ എനിക്ക് കാണാനിടയായി. അപ്പോൾ അതിലൊരു ലേഡി പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു യൂട്യൂബർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മലയാളിയുടെ തല വാനോളം ഉയർന്നു എന്ന് ചോദിക്കും. ഉയർന്നു, നല്ല രീതിയിൽ ഉയർന്നു മുമ്പോട്ട് നിൽക്കുകയാണ്, ഫ്ലൈറ്റിൽ തട്ടും. പക്ഷേ ഈ സിനിമ കണ്ട ശേഷം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഉള്ളിലൊതുക്കി പറയാൻ വേണ്ടി വിമ്പൽ കൊണ്ടുന്ന ഒരു എന്തോ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. സിനിമ ഫസ്റ്റ് വെച്ച് കാണുമ്പോൾ കുറച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ചില പാർട്ടികളെ തന്നെ വളരെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ എൻഗേജ് ആയിട്ട് ചെറിയ ചെറിയ കോമഡികൾ കാര്യങ്ങളോട് കൂടി സിനിമ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല രീതിയിൽ, അതായത് ആടുജീവിതത്തിനേക്കാളും വളരെ സ്ലോ രീതിയിൽ ഇഴഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല, പലവർക്കും പല ടേസ്റ്റാണ്. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമയെക്കുറിച്ച് തോന്നിയതാണ്, മലയാളികളുടെ ശിരസ് ഉയർന്നോ എന്ന് ചോദിച്ചാൽ ഈ സിനിമ കണ്ടതിന് ശേഷം ഞാൻ പറയുന്നത് എന്താണ്, മലയാളികളുടെ ശിരസ് താഴ്ന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. അത്രയ്ക്ക് മോശമായിട്ടാണ് എനിക്ക് ഈ ചിത്രത്തിനെ കുറിച്ച് എനിക്ക് തോന്നിയത്. ഞാൻ ഈ സിനിമയെ സമീപിച്ച സമീപനവും എൻ്റെ ഒരു ടേസ്റ്റും അനുസരിച്ച് ഈ സിനിമ ഒരു ആവറേജ് മൂവി മാത്രമേ ഉള്ളൂ. അതല്ലാതെ മലയാളികൾ വമ്പനാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് തലയിൽ വെച്ച് മുമ്പോട്ട് കുറയ്ക്കേണ്ടത് ഒരു കാര്യമില്ല. നിവിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിവിൻ ഇപ്പോൾ 2024 ഒരുപാട് ചളി സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ചളി എന്ന് മാത്രമേ ഈ സിനിമയെ കുറിച്ച് വിശേഷിപ്പിക്കാനായിട്ടുള്ളൂ. ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ സഹായിക്കുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ടും പ്രതീക്ഷിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.